ഓം ശ്രീ ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിൻ്റെ ഇന്നത്തെ രാശിഫല പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പഞ്ചാംഗ എന്നത് പ്രപഞ്ചത്തിൻ്റെ താളത്തിനൊത്ത് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന ഒരു കലയാണ്. ഗ്രഹങ്ങളുടെ ചലനങ്ങൾ വിശകലനം ചെയ്യുന്നതിന് മുൻപ് ഇന്നത്തെ ശുഭകരമായ പഞ്ചാംഗം നമുക്കൊന്ന് പരിശോധിക്കാം. എന്നാൽ അതിനു മുമ്പ് നമ്മുടെ ഈ ആത്മീയ കുടുംബത്തിൻ്റെ ഭാഗമാകാൻ ചാനൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളോ ജയ് ശ്രീറാം എന്നോ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് ഞായറാഴ്ച 2026 ജൂലൈ 26. ഇന്ന് ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശി തിഥിയാണ്. ദ്വാദശി തിഥി ഭഗവാൻ വിഷ്ണുവിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ ഏറ്റവും ഉത്തമമായ ദിവസമായി കണക്കാക്കപ്പെടുന്നു. ഇന്ന് ജ്യേഷ്ഠ നക്ഷത്രമാണ്. ഇത് ആഴത്തിലുള്ള ചിന്തകൾക്കും ഉൾക്കാഴ്ചകൾക്കും സഹായിക്കുന്നു. രാത്രി 10:06 വരെ ഇന്ദ്രയോഗമുണ്ട്. ഇത് വിജയത്തിലേക്കുള്ള പാത തെളിക്കുന്നു. ഇന്ന് സൂര്യോദയം രാവിലെ 5:55 സൂര്യാസ്തമയം വൈകുന്നേരം 7:12 വൈകുന്നേരം 5:33 മുതൽ 7:12 വരെ രാഹുകാലമായതിനാൽ ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. ഇന്നത്തെ ഏറ്റവും ശുഭകരമായ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:07 മുതൽ 12:59 വരെ ആയിരിക്കും. നമ്മുടെ ഈ താരസിതാര കുടുംബം വളരാനും കൂടുതൽ നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ തുക സംഭാവന ചെയ്ത് ഞങ്ങളെ സഹായിക്കാം. ഒരു ചെറിയ സഹായം പോലും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈശ്വരനാമത്തിൽ ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. പ്രിയ മേഡം രാശിക്കാരെ, ഇന്ന് ജൂലൈ 26 നിങ്ങൾക്ക് ആത്മവിശ്വാസത്തിൻ്റെയും വിജയത്തിൻ്റെയും ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് വൃശ്ചികം രാശിയിലും ജ്യേഷ്ഠ നക്ഷത്രത്തിലുമായതിനാൽ നിങ്ങളുടെ ഉൾവിളികൾ അഥവാ ഗട്ട് ഫീലിംഗ് വളരെ ശക്തമായിരിക്കും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കാൾ ഇന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നത് നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ നൽകും. നിങ്ങളുടെ രാശിനാഥനായ ചൊവ്വയുടെ സ്ഥാനം നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇന്ന് സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. അത് നിങ്ങൾക്ക് മികച്ച ഫലം നൽകും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കുക. കാരണം അത് നിങ്ങളുടെ ഊർജത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഉൾക്കാഴ്ചകൾ ഉപയോഗിച്ച് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കുക. യുവാക്കൾക്ക് സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചുനിൽക്കാൻ പറ്റിയ ദിവസമാണിത്. പ്രണയബന്ധങ്ങളിൽ സുതാര്യത പുലർത്തുക. അനാവശ്യ സംശയങ്ങൾ ഒഴിവാക്കുക. വീട്ടമ്മമാർക്ക് ഇന്ന് കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം അനുഭവപ്പെടും. എങ്കിലും ആരുമായും തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് പുരോഗതിയുടെ ദിവസമാണ്. നിങ്ങളുടെ ജോലിയിലെ കൃത്യത മേലധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റാൻ സഹായിക്കും. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അവഗണിക്കരുത്. ഇന്നത്തെ പുണ്യകർമ്മമായി പ്രകൃതിയുമായി അല്പസമയം ചെലവഴിക്കുക. ഒരു ചെടിക്ക് വെള്ളമൊഴിക്കുകയോ പാർക്കിൽ നടക്കുകയോ ചെയ്യുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കും. വൈകുന്നേരം 4 മുതൽ 5 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ആ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കുക. ശനിയുടെ സ്വാധീനം മൂലമുണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കാൻ ധ്യാനം ശീലിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ജ്യോതിഷപരമായ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ എടുത്ത ഏത് തീരുമാനമാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ വിജയം നൽകിയത്? കമൻറ്റിൽ ഞങ്ങളെ അറിയിക്കുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, ഇന്ന് ജൂലൈ 26 നിങ്ങൾക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു ദിവസമാണ്. ചന്ദ്രൻ ധനുരാശിയിൽ ജ്യേഷ്ഠ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഏറെ നാളായി നിങ്ങൾ കാത്തിരുന്ന നിയമപരമായ തർക്കങ്ങളോ കോടതി കേസുകളോ ഇന്ന് പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ വക്കീലിൻ്റെ ഉപദേശം ഇന്ന് ഫലം കാണും. ഇത് നിങ്ങൾക്ക് വലിയൊരു ആശ്വാസം നൽകും. ഈ പഴയ പ്രശ്നങ്ങളെല്ലാം ഉപേക്ഷിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള സമയമാണിത്. എന്നാൽ ഒരു ചെറിയ മുന്നറിയിപ്പ്: ഇന്ന് ആരുമായും തർക്കങ്ങൾക്ക് പോകരുത്.
ചൊവ്വയുടെ സ്വാധീനം നിങ്ങളെ പെട്ടെന്ന് ദേഷ്യം പിടിപ്പിച്ചേക്കാം. അതിനാൽ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. വിവിധ പ്രായത്തിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ പുതിയ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് വർദ്ധിക്കും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് ആശയവിനിമയത്തിൽ ശ്രദ്ധ ആവശ്യമുള്ള ദിവസമാണ്. രാഹുവിൻ്റെ സ്വാധീനം മൂലം തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം. അതിനാൽ ക്ഷമയോടെ പെരുമാറുക. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ തിരക്ക് അനുഭവപ്പെടുമെങ്കിലും കുടുംബാംഗങ്ങളോടൊപ്പം നല്ല സമയം ചെലവഴിക്കാൻ സാധിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് നേട്ടങ്ങളുടെ ദിവസമാണ്. ജോലിയിൽ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അവഗണിക്കരുത്. ഇന്ന് പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം ഉത്തമമാണ്. ഇന്ന് പക്ഷികൾക്ക് വെള്ളമോ ധാന്യമോ നൽകുന്നത് നിങ്ങൾക്ക് വലിയ പുണ്യം നൽകും. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ കൂടുതൽ ആവശ്യം കഠിനാധ്വാനമാണോ അതോ ഭാഗ്യമാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകാൻ എപ്പോഴും കൂടെയുണ്ട്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മിഥുനം രാശിക്കാരെ, ഇന്ന് ജൂലൈ 26 നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ ധനു രാശിയിലേക്ക് പ്രവേശിക്കുന്നത് നിങ്ങൾ ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ മികച്ച അവസരമൊരുക്കുന്നു. ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന മാറ്റങ്ങൾ നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കും. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്വഭാവത്തിൽ തിരുത്തേണ്ടതായി എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അവഗണിക്കാതിരിക്കുക. സ്വയം മെച്ചപ്പെടുത്തുന്നത് നിങ്ങളുടെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. എങ്കിലും ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം. യുവാക്കൾക്ക് കരിയറിൽ പുതിയ അവസരങ്ങൾ ലഭിക്കും. എന്നാൽ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. വീട്ടമ്മമാർക്ക് ഇന്ന് കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷകരമായ സമയം ചെലവഴിക്കാൻ സാധിക്കും. പക്ഷേ അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക. ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളുടെ പ്രശംസ ലഭിക്കും. ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ അവഗണിക്കരുത്. ഇന്ന് ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യുന്നത് നിങ്ങൾക്ക് വലിയ പുണ്യം നൽകും. രാവിലെ 9:15 മുതൽ 11 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ശുഭകരമാണ്. ഇന്ന് ഓറഞ്ച് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കാൻ ധ്യാനം ശീലിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യം എന്താണ്? കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. അല്ലെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ എന്നിവയിലൂടെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ കർക്കടകം രാശിക്കാരെ, ഇന്ന് ജൂലൈ 26 ഞായറാഴ്ച നിങ്ങൾക്ക് വളരെ നിർണായകമായൊരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് വൃശ്ചികം രാശിയിലും ജ്യേഷ്ഠ നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. നിങ്ങളുടെ രാശിനാഥനായ ചന്ദ്രൻ അല്പം വെല്ലുവിളി നിറഞ്ഞ അവസ്ഥയിലായതിനാൽ ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു മത്സരബുദ്ധിയും മുന്നേറാനുള്ള ആഗ്രഹവും ഉണ്ടാകും. ഈ ഊർജം നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക: അമിതമായ ദേഷ്യമോ ആക്രമണോത്സുകതയോ കാണിക്കരുത്. ദേഷ്യത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ സമാധാനം തകർക്കാൻ കാരണമായേക്കാം. നിങ്ങൾക്ക് വേണ്ടത് നേടിയെടുക്കാൻ ആക്രമണത്തേക്കാൾ ഉപരിയായി ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. മറ്റുള്ളവരെ വേദനിപ്പിച്ചോ അവരുടെ വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചോ വിജയം നേടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾക്കത് തീർച്ചയായും നേടിയെടുക്കാം. ഇന്ന് പഴയ സുഹൃത്തുക്കളെ കാണുന്നതോ അവരുമായി സംസാരിക്കുന്നതോ നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സാധിക്കും. എന്നാൽ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ മാറ്റാൻ അല്പനേരം ശാന്തമായി ഇരിക്കുന്നത് നല്ലതാണ്. യുവാക്കൾ ഇന്ന് പ്രണയബന്ധങ്ങളിൽ സംയമനം പാലിക്കുക. എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാം. വീട്ടമ്മമാർ ഇന്ന് കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് പുരോഗതിയുടെ ദിവസമാണ്. എന്നാൽ മേലധികാരികളോട് സംസാരിക്കുമ്പോൾ വിനയം കാത്തുസൂക്ഷിക്കുക.
മുതിർന്നവർ ഇന്ന് പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുകയും വൈകുന്നേരം അല്പനേരം നടക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇന്ന് ഒരു പുണ്യകർമ്മമായി അർഹരായവർക്ക് ദാഹജലമോ തണുത്ത പാനീയമോ നൽകുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കും. ഇന്ന് നിങ്ങൾക്കായി ഒരു ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ കഠിനാധ്വാനമാണോ അതോ ശരിയായ സമയത്ത് എടുക്കുന്ന തീരുമാനമാണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? കമൻറ്റിൽ രേഖപ്പെടുത്തുക. സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ഈ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുക. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വീഡിയോയുടെ തുടക്കത്തിൽ നൽകിയിരിക്കുന്ന QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹവും അഭിപ്രായങ്ങളും കമൻറ്റുകളിലൂടെ അറിയിക്കൂ. അത് ഞങ്ങൾക്ക് വലിയൊരു കരുത്താണ്. പ്രിയ ചിങ്ങം രാശിക്കാരെ, ഇന്ന് ജൂലൈ 26 ഞായറാഴ്ച നിങ്ങൾക്ക് ക്ഷമയുടെയും ദീർഘവീക്ഷണത്തിൻ്റെയും ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് വൃശ്ചികം രാശിയിലും ജ്യേഷ്ഠ നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. അതേസമയം ശുക്രൻ നിങ്ങളുടെ രാശിയിൽ നിലകൊള്ളുന്നു. ഇന്നത്തെ നിങ്ങളുടെ വിജയമന്ത്രം മുൻകൂട്ടി ചിന്തിക്കുക എന്നതാണ്. നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള വലിയൊരു ജോലി പൂർത്തിയാക്കാൻ ധൃതി കാണിക്കാതെ ശരിയായ വഴി തിരഞ്ഞെടുക്കുക. തുടക്കത്തിൽ പതുക്കെ നീങ്ങുന്നത് അസൗകര്യമായി തോന്നിയേക്കാം. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് തെറ്റുകൾ കുറയ്ക്കാനും വിജയം ഉറപ്പാക്കാനും സഹായിക്കും. ഇന്ന് രാഹുവിൻ്റെ നിഴൽ സ്വാധീനം നിങ്ങളുടെ മേൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മനസ്സിൽ ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായേക്കാം. ഇത്തരം സമയങ്ങളിൽ ശാന്തത പാലിക്കാൻ ഒരു പുസ്തകം വായിക്കുകയോ നിങ്ങളുടെ ചുറ്റും ശാന്തമായ എന്തെങ്കിലും വസ്തുക്കൾ വയ്ക്കുകയോ ചെയ്യുക. വിവിധ പ്രായത്തിലുള്ളവർക്കും നിർദ്ദേശങ്ങൾ: വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ആഴത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ദിവസമാണ്. ജ്യേഷ്ഠ നക്ഷത്രത്തിലെ ചന്ദ്രൻ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ പഴയ കാര്യങ്ങൾ ആവർത്തിച്ചു പഠിക്കുന്നത് ഇന്ന് ഗുണകരമാകും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് അല്പം ശ്രദ്ധ ആവശ്യമുള്ള ദിവസമാണ്. ദേഷ്യത്തിൻ്റെ പുറത്ത് പങ്കാളിയുമായി തർക്കിക്കരുത്. ഇന്ന് അഹങ്കാരം മാറ്റിവെച്ച് മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിന് നല്ലതാണ്. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ മുഴുകാൻ പറ്റിയ ദിവസമാണ്. വീടിനുള്ളിലെ പഴയ സാധനങ്ങൾ ക്രമീകരിക്കാൻ ഇന്ന് സമയം കണ്ടെത്തുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ആസൂത്രണത്തിൻ്റെ ദിവസമാണ്. വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ രേഖകൾ കൃത്യമായി പരിശോധിക്കുക. ധൃതിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഭാവിയിൽ തിരിച്ചടിയായേക്കാം. മുതിർന്ന പൗരന്മാർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ ലഘുവായ ഭക്ഷണം കഴിക്കുകയും വൈകുന്നേരം അല്പസമയം ശാന്തമായി ഇരിക്കുകയും ചെയ്യുക. ഇന്നത്തെ പുണ്യകർമ്മം ആരെയും വേദനിപ്പിക്കാതെ നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക. ഇന്ന് ചുവപ്പ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 4 മുതൽ 6 മണി വരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കുക. ഒരു പ്രത്യേക മുന്നറിയിപ്പ്: ഇന്ന് ആരുമായും തർക്കിക്കരുത്. കാരണം രാഹുവിൻ്റെ സ്വാധീനം നിങ്ങളുടെ സംസാരത്തിൽ കടുപ്പം വരുത്തിയേക്കാം. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ വേഗത്തിൽ ഓടുന്നതാണോ അതോ ശരിയായ ദിശയിൽ പതുക്കെ നടക്കുന്നതാണോ കൂടുതൽ നല്ലതെന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി ചെറിയൊരു തുക നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ കന്നി രാശിക്കാരെ, ഇന്ന് ജൂലൈ 26 ഞായറാഴ്ച നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ വൃശ്ചിക രാശിയിലും ജ്യേഷ്ഠ നക്ഷത്രത്തിലുമായി സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ തീരുമാനങ്ങളിൽ കൂടുതൽ വ്യക്തതയും ഏകാഗ്രതയും ഉണ്ടാകും. ജോലിസ്ഥലത്തോ ബിസിനസ്സിലോ കൂടുതൽ ഉൽപ്പാദനക്ഷമതയോടെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യത്തിലും നിങ്ങൾക്ക് അംഗീകാരവും വിജയവും ലഭിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം ഇന്ന് ലഭിച്ചാൽ അത് തീർച്ചയായും പ്രയോജനപ്പെടുത്തുക. ഇത് നിങ്ങളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക: ഇന്ന് ആരുമായും തർക്കങ്ങളിൽ ഏർപ്പെടരുത്. ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുക. പുതിയൊരു ഹോബി തുടങ്ങുന്നത് നിങ്ങളുടെ മനസ്സിന് വലിയ ഉന്മേഷം നൽകും. ഇന്ന് ബീജ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. രാവിലെ 10 മണി മുതൽ 11:30 വരെയുള്ള സമയം
നിങ്ങൾക്ക് വളരെ ശുഭകരമാണ്. ശനിയുടെ സ്വാധീനം മൂലമുണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കാൻ ധ്യാനം ശീലിക്കുക. സുഹൃത്തുക്കളെ, ഇന്നൊരു ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും അത്യാവശ്യം ക്ഷമയാണോ അതോ കഠിനാധ്വാനമാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് 26 ജൂലൈ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പോസിറ്റിവിറ്റി നൽകുന്ന ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് വൃശ്ചികം രാശിയിലും ജ്യേഷ്ഠ നക്ഷത്രത്തിലുമായതിനാൽ നിങ്ങളുടെ ഉള്ളിൽ പുതിയൊരു ഊർജവും കാര്യങ്ങൾ ചെയ്യാനുള്ള ആവേശവും നിറയും. നിങ്ങളുടെ ഉദാരമായ സ്വഭാവം നിങ്ങളുടെ ഏറ്റവും അടുത്തവരുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടങ്ങാനും വിശ്വസ്തരായ ആളുകളുമായി നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും ഇന്ന് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ്. ഇന്ന് നിങ്ങൾ ആസൂത്രണം ചെയ്യുന്ന കാര്യങ്ങൾ ഭാവിയിൽ മികച്ച ഫലം നൽകും. ഇന്ന് ആരുമായും അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടരുത്. കാരണം ജ്യേഷ്ഠ നക്ഷത്രത്തിലെ ചന്ദ്രന്റെ സ്വാധീനം ചിലപ്പോൾ മനസ്സിനെ അല്പം അസ്വസ്ഥമാക്കിയേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്ന ദിവസമാണിത്. യുവാക്കൾക്ക് പ്രണയബന്ധങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ഇന്ന് അവസരം ലഭിക്കും. പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുക. വീട്ടമ്മമാർക്ക് കുടുംബത്തിൽ സന്തോഷം നിറയ്ക്കാൻ സാധിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും പുരോഗതിയുണ്ടാകും. എന്നാൽ ജോലിസ്ഥലത്ത് ആരെയും അമിതമായി വിശ്വസിക്കരുത്. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും കൃത്യമായി വ്യായാമം ചെയ്യുകയും വേണം. രാവിലെ 10:30 മുതൽ 11:30 വരെയുള്ള സമയം നിങ്ങളുടെ പ്രധാന കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും ഉത്തമമാണ്. ഇന്ന് വെള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് മാനസിക ശാന്തി നൽകും. ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ഒരു രത്നം കൈവശം വെക്കുന്നത് നല്ലതാണ്. ഇന്ന് ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യുക. ഞങ്ങളുടെ ഇന്നത്തെ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകുന്ന കാര്യം എന്താണ്? കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയപ്പെട്ട വൃശ്ചികം രാശിക്കാരെ, ഇന്ന് ജൂലൈ 26 നിങ്ങൾക്ക് ഊർജ്ജസ്വലവും ശുഭവിശ്വാസം നിറഞ്ഞതുമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ നിങ്ങളുടെ രാശിയിൽ ജ്യേഷ്ഠ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ജീവിതത്തെ നോക്കിക്കാണുന്നതിൽ ഒരു പുതിയ ഉന്മേഷം നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇന്ന് നിങ്ങളെ തേടി ചില അത്ഭുതകരമായ വാർത്തകൾ എത്തിയേക്കാം. അത് നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കും. നിങ്ങളുടെ ഈ പോസിറ്റീവ് എനർജി ഇന്ന് മറ്റുള്ളവരിലേക്കും പകരും. അതിനാൽ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഒപ്പം സന്തോഷം പങ്കുവയ്ക്കാൻ ഈ ദിവസം ഉപയോഗിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് പച്ച നിറം ഒഴിവാക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഉച്ചയ്ക്ക് 1:40 മുതൽ 2:55 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ശനിയുടെ സ്വാധീനം മൂലം ചിലപ്പോൾ മനസ്സസ്വസ്ഥമായേക്കാം. അത്തരം സമയങ്ങളിൽ ശാന്തമായ സംഗീതം കേൾക്കുന്നത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. എങ്കിലും അമിത ആത്മവിശ്വാസം ഒഴിവാക്കുക. യുവജനങ്ങൾ പ്രണയബന്ധങ്ങളിൽ ഇന്ന് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. പങ്കാളിയുടെ വികാരങ്ങളെ മാനിക്കാൻ മറക്കരുത്. ഗൃഹിണിമാർ ഇന്ന് വീട്ടുജോലികളിൽ നിന്ന് അല്പം വിശ്രമം എടുത്ത് സ്വന്തം ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് നേട്ടങ്ങളുടെ ദിവസമാണ്. എങ്കിലും അപരിചിതരെ അമിതമായി വിശ്വസിക്കരുത്. മുതിർന്നവർ യാത്രകളിലും ഭക്ഷണകാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധ പുലർത്തുക. ഇന്ന് ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യുന്നത് നിങ്ങൾക്ക് വലിയ പുണ്യം നൽകും. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇതാണ്: ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ആശ്വാസം നൽകുന്നത് എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി ചാനലിനെ പിന്തുണയ്ക്കുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രിയ ധനുരാശിക്കാരെ, ഇന്ന് 26 ജൂലൈ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതും മാറ്റങ്ങൾ നിറഞ്ഞതുമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയിൽ നിന്നും 12-ാം ഭാവത്തിൽ
വൃശ്ചിക രാശിയിൽ ജ്യേഷ്ഠ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇത് നിങ്ങൾക്ക് അല്പം ജോലിഭാരവും മാനസികമായ ആശയക്കുഴപ്പവും നൽകിയേക്കാം. എന്നാൽ ഓർക്കുക, ഈ മാറ്റങ്ങൾ നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഇന്ന് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. അത് നിങ്ങളുടെ ജീവിത വീക്ഷണം വിശാലമാക്കും. ഏത് ജോലി എത്ര കഠിനമാണെങ്കിലും അത് ഏറ്റെടുക്കുക. എന്നാൽ അമിതമായ അഹങ്കാരം ഒഴിവാക്കുക. ഇന്ന് പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കുക. ഉച്ചയ്ക്ക് 1 മുതൽ 2 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. അതിനാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സമയത്ത് പൂർത്തിയാക്കുക. ഇന്ന് നന്ദിയുള്ളവരായിരിക്കുക എന്നതാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പരിഹാരം. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. യുവാക്കൾ ഇന്ന് എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. വീട്ടമ്മമാർ ഇന്ന് വീട്ടുജോലികൾക്കിടയിൽ സ്വന്തം ആരോഗ്യവും ശ്രദ്ധിക്കുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിക്കുന്ന ദിവസമാണ്. എന്നാൽ ആരുമായും തർക്കത്തിൽ മുതിർന്നവർ ഇന്ന് ദഹനസംബന്ധമായ പ്രശ്നങ്ങളിൽ ശ്രദ്ധിക്കുകയും ലഘുവായ ഭക്ഷണം കഴിക്കുകയും ചെയ്യുക. ഇന്ന് ഏതെങ്കിലും അർഹരായവർക്ക് സഹായം നൽകുക, അല്ലെങ്കിൽ ദൈവത്തോട് നന്ദി പറയുക. ഇന്നത്തെ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നന്ദിയുള്ളവരായിരിക്കുന്ന കാര്യം എന്താണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന സഹായം നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മകരം രാശിക്കാരെ, ഇന്ന് ജൂലൈ 26 നിങ്ങൾക്ക് അല്പം ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞൊരു ദിവസമായിരിക്കും. ചന്ദ്രൻ ധനുരാശിയിലും ജ്യേഷ്ഠ നക്ഷത്രത്തിലുമായതിനാൽ ഭാവി കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് പ്രയാസം നേരിട്ടേക്കാം. അനാവശ്യമായ ചിലവുകൾ ഇന്ന് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ചില സാഹചര്യങ്ങളിൽ പണം ചിലവാക്കേണ്ടി വരുമെങ്കിലും അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം ഈ പ്രതിസന്ധിയിൽ നിങ്ങൾക്ക് തുണയാകും. ഇന്ന് ആരുമായും തർക്കങ്ങൾക്കോ വഴക്കുകൾക്കോ പോകരുത്. ഇത് നിങ്ങളുടെ മാനസിക സമാധാനം നഷ്ടപ്പെടുത്തും. വിവിധ പ്രായത്തിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ: വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസമായിരിക്കും. അതിനാൽ ശാന്തമായ അന്തരീക്ഷത്തിൽ പഠിക്കാൻ ശ്രമിക്കുക. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് ക്ഷമ അത്യാവശ്യമാണ്. പങ്കാളിയോട് സംസാരിക്കുമ്പോൾ വിവേകം കാണിക്കുക. ഗൃഹിണിമാർ ഇന്ന് വീടിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുകയും ചെയ്യുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ജാഗ്രത പുലർത്തേണ്ട ദിവസമാണ്. സ്ഥലത്ത് തർക്കങ്ങൾ ഒഴിവാക്കുക. പുതിയ നിക്ഷേപങ്ങൾക്ക് വിദഗ്ധരുടെ ഉപദേശം തേടുക. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പുറത്തു പോകുമ്പോൾ ജാഗ്രത പാലിക്കുക. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം വയലറ്റ് ആണ്. വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ഇന്ന് ആർക്കെങ്കിലും ദാഹജലം നൽകുന്നത് നിങ്ങൾക്ക് വലിയ മാനസിക ശാന്തി നൽകും. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു ജ്യോതിഷ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ ഭാഗ്യം ആണോ അതോ കഠിനാധ്വാനമാണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയപ്പെട്ട കുംഭരാശിക്കാരെ, ഇന്ന് 26 ജൂലൈ നിങ്ങൾക്ക് വ്യക്തതയുടെയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിൻ്റെയും ദിവസമാണ്. കുറച്ചു നാളുകളായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ആശയക്കുഴപ്പങ്ങൾ ഇന്ന് അവസാനിക്കും. ധനുരാശിയിലെ ചന്ദ്രൻ്റെ സ്വാധീനം നിങ്ങളുടെ ചിന്തകളെ കൂടുതൽ വ്യക്തമാക്കും. ഈ സമയം പാഴാക്കാതെ നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ എഴുതിവെക്കുക. അത് ഭാവിയിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ നൽകും. മുടങ്ങിക്കിടക്കുന്ന ജോലികൾ തീർക്കാൻ ഇന്ന് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക: അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടരുത്. ദേഷ്യം നിയന്ത്രിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളിൽ നിന്ന് അംഗീകാരം ലഭിക്കും. ബിസിനസ്സുകാർ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം.
വീട്ടമ്മമാർക്ക് കുടുംബത്തോടൊപ്പം സന്തോഷകരമായ സമയം ചെലവഴിക്കാൻ സാധിക്കും. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. ഇന്ന് ചുവപ്പ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. രാവിലെ 10 മണി 15 മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള സമയം ശുഭകരമാണ്. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. ഇന്നത്തെ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്? കമൻറ്റ് ചെയ്യുക. ചാനലിനെ പിന്തുണയ്ക്കാൻ QR കോഡ് ഉപയോഗിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്രിയ മീനം രാശിക്കാരെ, ഇന്ന് ജൂലൈ 26. നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ പറ്റിയ ദിവസമാണ്. ചന്ദ്രൻ വൃശ്ചിക രാശിയിൽ ജ്യേഷ്ഠ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കുടുംബത്തിൽ ഐക്യവും സ്നേഹവും നിറഞ്ഞു നിൽക്കും. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ അടുത്തിടെ നടത്തിയ കഠിനാധ്വാനത്തിന് അവർക്ക് അർഹമായ അംഗീകാരം ലഭിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അഭിമാനം തോന്നും. ഇന്ന് കുടുംബത്തിലെ എല്ലാവർക്കും, പ്രത്യേകിച്ച് ശ്രദ്ധ ആവശ്യമുള്ളവർക്ക് കൂടുതൽ സമയം നൽകുക. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ജ്യേഷ്ഠ നക്ഷത്രത്തിലെ ചന്ദ്രൻ്റെ സ്വാധീനം മൂലം ഇന്ന് അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുക. ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതിയുണ്ടാകും. ബിസിനസ്സുകാർ പുതിയ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം കടും നീലയാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഇന്ന് ഒരു പുണ്യകർമ്മമായി വീട്ടിൽ ആരോഗ്യകരമായ ഭക്ഷണം പാകം ചെയ്ത് കുടുംബത്തോടൊപ്പം കഴിക്കുക. ശനിയുടെ സ്വാധീനം കുറയ്ക്കാൻ ധ്യാനം ശീലിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു ജ്യോതിഷ ചോദ്യം: നമ്മുടെ ജീവിതത്തിലെ സന്തോഷം എന്നത് പുറത്തുനിന്നുള്ള സാഹചര്യങ്ങളാണോ അതോ നമ്മുടെ ഉള്ളിലെ മനോഭാവമാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വലിയൊരു സഹായമാണ്. അതിനാൽ QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ സഹായിക്കുക.